തിരുവോണദിനത്തിൽ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് ഒഴുകിയെത്തുക. രാവിലെ 10:30 തിരുവോണ സദ്യ ആരംഭിക്കും. മഹാബലിയെ എഴുന്നള്ളിക്കുന്ന ചടങ്ങും ഇന്ന് ക്ഷേത്രത്തിൽ നടക്കും. വിവരങ്ങളായി രേഷ്മ ബാബു ചേരുകയാണ്. എന്നും കോടതിയുടെ മുൻപിൽ നിന്നും അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടാണ് നമ്മൾ രേഷ്മയെ കാണാറല്ലേ? ഇന്ന് അടിപൊളിയായിട്ടുണ്ട്, വളരെ സുന്ദരിയായിട്ടുണ്ട്. ഹാഫ് സാരിയിലല്ലേ രേഷ്മ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. രേഷ്മ, ഹാപ്പി ഓണം. ഇതുപോലെ പൂത്തുലയട്ടെ ഈ വർഷം. അപ്പോൾ എനിക്കറിയേണ്ടത് അവിടെ നിന്നുമുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്, എന്താണ് അവിടെയുള്ള വിശേഷങ്ങൾ? ആൾക്കാരൊക്കെ ഒഴുകിയെത്തുകയാണ് ഈ തൃക്കാക്കര അപ്പനെ കാണാൻ. അശ്വതി, രാഖി, ആദ്യം തന്നെ ഹാപ്പി ഓണം. തൃക്കാക്കര മഹാദേവ ക്ഷേത്രത്തിലാണ്, തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വലിയൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ കാണുന്ന ആൾക്കാരൊക്കെ തന്നെ വാമന ഭഗവാനെ ദർശിക്കാനായിട്ട് രാവിലെ മുതലേ ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ തന്നെ രണ്ട് വരിയായിട്ട് നേരെ ക്ഷേത്രത്തിനുള്ളിൽ കയറി വാമനമൂർത്തിയെ ദർശിക്കും. ശേഷം ചില ചടങ്ങുകളുണ്ട്, പ്രത്യേക ചില ചടങ്ങുകളുണ്ട്. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ചരിത്രപരമായിട്ടും ഐതിഹ്യപരമായിട്ടും ഓണവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ഉണ്ട്. കാരണം ഈ വാമനമൂർത്തി, അതായത് ഭാരതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും അല്ലെങ്കിൽ അത്ര കണ്ട് പ്രശസ്തമായിട്ടുള്ള ഒരു വാമനമൂർത്തി ക്ഷേത്രമാണ്. ഇവിടെ ഈ തിരുവോണ നാളിൽ എത്തിക്കഴിഞ്ഞ് ഇവിടുത്തെ ഭഗവാനെ ദർശിച്ച് ഇവിടുത്തെ തിരുവോണ സദ്യ ഉണ്ട് കഴിഞ്ഞാൽ അതിൽ മോക്ഷം കിട്ടും എന്നുള്ളൊരു ചരിത്രം അല്ലെങ്കിൽ അത്തരമൊരു ഐതിഹ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവോണ ദിവസം എല്ലാവരും, എല്ലാ ഭക്തജനങ്ങളും എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. അവർ ഇവിടെ വന്ന് രാവിലെ തന്നെ ക്യൂ നിന്ന് ഭഗവാനെ ദർശിച്ച് 10:30 ഇവിടുത്തെ ഓണസദ്യ ആരംഭിക്കും. 20 വിഭവങ്ങളോടുകൂടി പഴയിടത്തിൻ്റെതായിട്ടുള്ള സദ്യയാണ്. ആ സദ്യ കഴിച്ച് ആണ് ഇവിടുന്ന് പോവുക. തൃക്കാക്കര ക്ഷേത്രം എന്ന് പറയുമ്പോൾ തൃക്കാക്കര ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ, ഇന്നേ ദിവസം എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് തൃക്കാക്കര അപ്പനെ വെച്ച് ആരാധിക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ എല്ലായിടത്തും ഓണത്തിന് കേരളത്തിലെമ്പാടും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനി 8 മണിയോടുകൂടി 8:15 ഇവിടെ ഒരു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. അതായത് മഹാബലിയെ എതിരേൽക്കൽ ചടങ്ങ്. വാമനമൂർത്തി, അതായത് വാമന ഭഗവാൻ നേരെ ചെന്ന് മഹാബലി തമ്പുരാനെ എതിരേൽക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. അതിൻ്റെ പ്രതീകാത്മകമായിട്ട് വാമനമൂർത്തിയുടെ പ്രതിരൂപമായിട്ട് ഒരു കുഞ്ഞിനെ നേരെ കൊണ്ടുവന്ന് തൊട്ടപ്പുറത്തെ ക്ഷേത്രത്തിൻ്റെ എതിർവശത്തോട് ചേർന്ന് മഹാബലിയെ എതിരേറ്റ് കൊണ്ടുവരുന്നതാണ് പ്രധാനമായിട്ടുള്ള ചടങ്ങ്. നിരവധി പേർ ഇവിടേക്ക് വരുന്നുണ്ട്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ അടുത്ത് തന്നെ, കങ്ങാരപ്പടി. എല്ലാ വർഷവും ഇവിടെയാണോ തിരുവോണത്തിന് വരുന്നത്? ഒരു പ്രത്യേകതയാണല്ലേ? തീർച്ചയായിട്ടും. എത്രത്തോളം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭക്തിയിൽ നമുക്ക് എത്രത്തോളം ഒരു ഈശ്വര ഭക്തനാണ്. അപ്പൊ അതുകൊണ്ട് ഏതമ്പലത്തിൽ പോയാലും ഭക്തിയുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും തിരുവോണ ദിവസം തൃക്കാക്കരയപ്പനെ കണ്ട് തൊഴുത് ഇവിടുത്തെ അന്നമുണ്ടതിന് ശേഷമാണ് പോവുക. ഇവിടുത്തെ അന്നദാനത്തിനൊരു പ്രത്യേകതയുണ്ട്, രാഖി. അതായത് കഴിഞ്ഞ ദിവസം, ഉത്രാട ദിവസം, കാർഷിക വിഭവങ്ങൾ ഭക്തർ സമർപ്പിക്കും. ആ കാർഷിക വിഭവങ്ങൾ കൊണ്ടാണ് ഇവിടുത്തെ സദ്യ ഒരുക്കാറുള്ളത്. ആ സദ്യ കഴിച്ചിട്ടാണ് ഭക്തരൊക്കെ തന്നെ പോകാറുള്ളത്. ഇവിടുത്തെ അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട് എന്ന്. സ്റ്റേജിൽ സോപാന സംഗീതമുണ്ട്. അതോടൊപ്പം തന്നെ പകൽപ്പൂരമാണ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യം. ഒരു 10:30 തന്നെ പകൽപ്പൂരം ആരംഭിക്കും. 9 ഗജകേസരികൾ അണിനിരക്കുന്ന പകൽപ്പൂരം. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ 6:30 ദശാവതാര ചാർത്തൊക്കെ തന്നെ നടക്കുകയും ചെയ്തു. ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് വാമന ഭഗവാൻ മഹാബലിക്ക് വേണ്ടിയിട്ട് കാവലിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. അതായത് ഭഗവാന്റെ കാൽ പതിശയിടം തിരുക്കാൽക്കര അത് ചുരുങ്ങിയാണ് തൃക്കാക്കരയായിട്ട് മാറിയത്. എന്തായാലും ഈ തിരുവോണ ദിവസം തൃക്കാക്കര ക്ഷേത്രത്തിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. തിരുവോണ സദ്യയുണ്ട്. ഇവിടെ നിന്ന് മടങ്ങും. 10ാം ദിവസമായിട്ടുള്ള തിരുവോണ നാളിലാണ് ഇവിടുത്തെ ഉത്സവം സമാപിക്കുന്നത്. ചിങ്ങനാളിൽ അത്തത്തോടു കൂടിയാണ് ഇവിടുത്തെ ഉത്സവം ആരംഭിക്കുന്നത്. 10ാം നാളായിട്ടുള്ള ഇന്നത്തെ ദിവസം ആ ഉത്സവം സമാപിക്കുകയും ചെയ്യും. എന്തായാലും ഇവിടുത്തെ തിരക്ക് കൂടുന്നതേ ഉള്ളൂ. ഇനി 8:15 മഹാബലി എതിരേൽക്കും. അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചടങ്ങ്. വാമനമൂർത്തി ഭഗവാന്റെ പ്രതിരൂപമായിട്ടുള്ളൊരു കുഞ്ഞ് മഹാബലിയെ എതിരേറ്റ് കൊണ്ടുവരും. ആ സമയത്ത് വഞ്ചിപ്പാട്ട് ഉൾപ്പെടെ ഉണ്ടാകും. രാഖി.